നമസ്കാരം. CPM VSന്റെ രാഷ്ട്രീയം തുടരുമോ? VS എന്ന ദ്വയാക്ഷരി ആലപ്പുഴയുടെ വലിയ ചുടുകാട്ടിൽ വിലയം പ്രാപിച്ചതിന്റെ പിറ്റേന്ന്, അതായത് ജൂലൈ 24-ന് പുറത്തിറങ്ങിയ ദേശാഭിമാനി ദിനപത്രത്തിന്റെ 1-ാം പേജിന്റെ തലക്കെട്ട് വളരെ ശ്രദ്ധേയമായിരുന്നു. തുടരും പടരും എന്നായിരുന്നു അത്. VSന്റെ രാഷ്ട്രീയം തുടരുമെന്നും VS തങ്ങളിൽ ഓരോരുത്തരിലേക്കും ഉയർവട്ടമായി പടരുമെന്നും CPM എന്ന പ്രസ്ഥാനം അതിന്റെ മുഖപത്രത്തിലൂടെ പ്രഖ്യാപിക്കുന്നതാണ് ആ തലക്കെട്ട്. എന്നാൽ VSന്റെ രാഷ്ട്രീയം തുടരാൻ ഇനി CPMന് സാധിക്കുമോ എന്നതായിരുന്നു ഉയർന്നു വന്ന ചോദ്യം. ഇപ്പോഴിതാ ഭരണത്തിൽ ഹാട്രിക് തികക്കാൻ VS തരംഗം വീണ്ടും ഉയർത്താനുള്ള നീക്കത്തിലാണ് CPM. ആലപ്പുഴയിലെ മണ്ഡലങ്ങളിലൊന്നിൽ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും പരിഗണനയിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. VSന് ജനപ്രീതിയിൽ CPM വീണ്ടും വിശ്വാസം അർപ്പിക്കാനാണ് ഈ നീക്കം. പല ഘടകകക്ഷികളുടെയും സീറ്റുകൾ വിജയസാധ്യത തിരിച്ചറിഞ്ഞ് CPM ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രം കണക്കിലെടുക്കാനാണ് CPM നീക്കം. ത്രികോണ മത്സര ചൂടുള്ള മണ്ഡലങ്ങളിലെല്ലാം 2 ടേം പൂർത്തിയാക്കിയ സിറ്റിംഗ് MLA-മാർക്കും വിജയസാധ്യത നോക്കി ഇളവ് നൽകുമെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം ജില്ലയിൽ സീറ്റ് കുറയുന്നില്ലെന്ന് ഉറപ്പിക്കാൻ മിക്ക സിറ്റിംഗ് MLA-മാർക്കും മത്സരിക്കാൻ അവസരമൊരുക്കും. എന്നാൽ കണ്ണൂരിൽ പിണറായി വിജയൻ ഒഴികെ ബാക്കി ആർക്കും 2 ടേമിൽ ഇളവ് കിട്ടില്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ല. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും, വർക്കലയിൽ VS ജോയിയും, വാമനപുരത്ത് DK മുരളിയും, കാട്ടാക്കടയിൽ IB സതീഷും, പാറശാലയിൽ CK ഹരീന്ദ്രനും, നെയ്യാറ്റിൻകരയിൽ അൻസലിനും വീണ്ടും മത്സരിക്കും. ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇളവ് നൽകുന്നതും പരിഗണനയിലുണ്ട്. വ്യക്തിപരമായ മികവിൽ MLA ആയവരുടെ പട്ടിക പാർട്ടി തയ്യാറാക്കും. ഇതിനുള്ള എല്ലാവർക്കും മത്സരിക്കാൻ അവസരമൊരുക്കും. കടുത്ത ത്രികോണ മത്സരത്തിൽ അടിയൊഴുകുകൾ ജയം നിശ്ചയിക്കും. ഈ സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ ഉടനീളം സ്വാധീനമുള്ള MLA-മാരെ തന്നെ വീണ്ടും അവതരിപ്പിക്കാനുള്ള നീക്കം. 2 ടേം പൂർത്തിയാക്കിയ ഇനിയും മത്സരിക്കേണ്ടവർ എന്ന് കരുതുന്ന എല്ലാവർക്കും CPM മണ്ഡലത്തിൽ നിറങ്ങി പ്രവർത്തിക്കണമെന്ന സന്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഈ MLA-മാരെ മുന്നിൽ നിർത്തിയാകും CPM പ്രചരണം സജീവമാക്കുക. എന്നാൽ പാർട്ടി കോട്ടകളിൽ നിന്നുള്ള MLA-മാർക്ക് 2 ടേം ഇളവ് നൽകില്ല. മുൻ മന്ത്രി KK ശൈലജ, സ്പീക്കർ AN ഷംസീർ എന്നിവർക്ക് വീണ്ടും മത്സരിക്കാൻ അവസരമുണ്ടാകില്ലെന്നാണ് സൂചന. അങ്ങനെയിരിക്കെയാണ് ആലപ്പുഴയിലെ മണ്ഡലങ്ങളിലൊന്നിൽ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പരിഗണനയിലുണ്ട് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം VSനോട് പാർട്ടി അനീതി കാട്ടിയെന്ന ചർച്ചകളെ അപ്രസക്തമാക്കാനും VS അനുകൂലികളെ ചേർത്ത് നിർത്താനും ഇത് ഉപകരിക്കുമെന്നാണ് CPMലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. പല ഘടകകക്ഷികളുടെയും സീറ്റുകൾ വിജയസാധ്യത തിരിച്ചറിഞ്ഞ് CPM ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്.